നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 544 544. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം അധ്യായം 8 ഒരു 36 ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. ഇതിൽ 39 3 ശ്ലോകമേ ഉള്ളൂ. 36, 37, 38, 39 4 ശ്ലോകം. അപ്പോൾ ശ്ലോകം 36 ഇങ്ങനെയാണ്. യമാം വിദ്യാം പുരാ കശ്ചിൽ കൗശികാധാരയൻ ദ്വിജ യോഗധാരണയാ സ്വാംഗം ജഹോസ മരുധന്വനി. പണ്ട് കുശിക കുലജാതനായ ഒരു ബ്രാഹ്മണൻ ഈ വിദ്യയെ ധരിക്കുന്നവനായിട്ട്, അതായത് നാരായണകവചം മാസ്റ്റർ ചെയ്തു അദ്ദേഹം. എന്നിട്ടോ യോഗധാരണ കൊണ്ട് സ്വശരീരത്തെ വെള്ളമില്ലാത്ത ദേശത്തിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നേരെ മോക്ഷം പ്രാപിച്ചു എന്നർത്ഥം. ഈ വിദ്യയുടെ പ്രഭാവത്തെ ഒരു കഥ കൊണ്ട് വെളിപ്പെടുത്തുന്നു. പണ്ട് കുശിക കുലത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മണൻ ഈ വിദ്യയെ അഭ്യസിച്ചു. ഓരോ അംഗത്തെയും ഈ കവചമന്ത്രത്താൽ ബന്ധിച്ചു. ശരീരത്തിൽ വെള്ളമില്ലാത്ത ദേശത്തിൽ ശരീരത്തെ ഉപേക്ഷിച്ചു. ഇനി 37 ശ്ലോകം. തസ്യോപരി വിമാനേന ഗന്ധർവർപതിരേകത യയോ ചിത്രരഥസ്ത്രീഭിർവൃതോ യത്ര ദ്വിജക്ഷയാ. യാതൊരു ദിക്കിൽ ബ്രാഹ്മണ ശരീരത്യാഗം ഭവിച്ചുവോ ആ ദേശത്തിൻ്റെ ഉപരിയിൽ ഒരിക്കൽ സ്ത്രീകളാൽ ചുറ്റപ്പെട്ട ഗന്ധർവാധിപതിയായ ചിത്രരഥൻ വിമാനത്തിൽ കൂടി യാത്ര ചെയ്തു. അപ്പോൾ എന്തുണ്ടായി എന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോണത്. ബ്രാഹ്മണൻ ദേഹത്തെ ഉപേക്ഷിച്ച ആ സ്ഥലത്തിൻ്റെ മേൽഭാഗത്തിൽ കൂടി ഒരു നാൾ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളോടുകൂടി ചേർന്ന് ഗന്ധർവപതിയായ ചിത്രരഥൻ സഞ്ചരിച്ചു. ഇനി 38 ശ്ലോകം. ഗഗനാന്യപതത് സദ്യ സവിമാനോ ഹ്യവാക്ഷിരാ സവാലാഖില്യവചനാദസ്തിന്യാദായ വിസ്മിത പ്രാസ്യ പ്രാചീ സരസ്വത്യാം സ്നാത്വാ ധാമസമന്വഗാത്. അവൻ താഴത്തേക്ക് ശിരസ്സോടു കൂടിയവനായിട്ട് ആകാശത്തിൽ നിന്ന് വിമാനത്തോടു കൂടിയവനായിട്ട് പെട്ടെന്ന് നിപതിച്ചു, താഴെ വീണു. വാലാഹില്യന്മാരുടെ വാക്കിനാൽ ആശ്ചര്യയുക്തനായിട്ട് എല്ലുകളെ എടുത്തിട്ട് കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദിയിൽ എറിഞ്ഞിട്ട് സ്നാനം ചെയ്തിട്ട് തൻ്റെ സ്ഥാനത്തെ അനുഗമിച്ചു, തൻ്റെ സ്ഥാനത്തിലേക്ക് പോയി. എന്തുണ്ടായി എന്നാണ് അതിനെ ഒന്ന് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അവർ വിമാനത്തോടു കൂടി തല കീഴായിട്ട് ആകാശത്തിൽ നിന്ന് ഉടനെ ഭൂമിയിലേക്ക് വീണു. അതിൻ്റെ കാരണം വാലാകില്യന്മാർ എന്ന മുനിമാർ, അതായത് 60,000 ആൾക്കാർ, അവരാണ് ഈ സൂര്യരഥത്തിൻ്റെ മുമ്പിൽ അഭിമുഖമായി നിന്ന് സ്തുതിക്കണത് സൂര്യനെ. അപ്പോൾ വാലാകില്യന്മാർ എന്ന മുനിമാർ ആ ഗന്ധർവാധിപനോട് പറഞ്ഞു. അവർ അത് കേട്ടിട്ട് ആശ്ചര്യഭരിതരായി. ഉടനെ എന്താണ് പറയുക, കുശിക കുലജാതനായ ബ്രാഹ്മണൻ്റെ എല്ലുകളേനെ എടുത്തിട്ട് കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദിയിൽ എറിഞ്ഞു. അതിൽ സ്നാനം ചെയ്ത ശേഷം സ്വസ്ഥാനത്തെ പ്രാപിച്ചു. അതായത് മരണാനന്തരക്രിയ അദ്ദേഹമാണ് ചെയ്തത് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ശ്രീശുക വാച
ഇതം ശൃണുയാത് കാലേയോ ധാരയതി ചാദ്യതാം തം നമസ്യന്തി ഭൂതാനി മുച്ചതേ സർവതോ ഭയാത്. ആരാണ് ഇത് ത്രികാലങ്ങളിൽ, അതായത് ത്രിസന്ധ്യകളിൽ ഈ നാരായണ കവചം ശീലിക്കണത്, ധരിക്കണത്, അർത്ഥം പറഞ്ഞിട്ട് അവർക്ക് എന്തുണ്ടാവുക എന്നാണ് പറയുന്നത്. അതായത് യാതൊരുവൻ ഇതിനെ പ്രാതകാലത്തിൽ കേൾക്കുന്നുവോ, ആദരത്തോടു കൂടിയവനായിട്ട് യാതൊരുവൻ ധരിക്കുകയും ചെയ്യുന്നുവോ, ഭൂതങ്ങൾ അവനെ നമസ്കരിക്കും. അതായത് മറ്റുള്ളവരെ ഈ നാരായണ കവചം ചൊല്ലിയ ആളുടെ പ്രഭാവം കൊണ്ട് അദ്ദേഹത്തിനെ നമസ്കരിക്കും. എല്ലാ ഭയത്തിൽ നിന്നും മുക്തനാകും. ശ്രീ ശുകമുനി അരുളി ചെയ്തു. ശ്രവണകീർത്തന ഫലം. യാതൊരുവൻ ഈ കവചത്തെ പ്രാതകാലത്തിലോ ഭയം നേരിട്ടിരിക്കുന്ന അവസരത്തിലോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നുവോ അവനെ ഭൂതങ്ങൾ നമസ്കരിക്കും. അവൻ സർവഭയത്തിൽ നിന്നും മുക്തനാകും. ഇനി അതിൻ്റെ അവസാനത്തെ ശ്ലോകം 40, ശ്ലോകം നമ്പർ 40. ഏതാം വിദ്യാം അധികതോ വിശ്വരൂപാശതക്രതു ത്രൈലോക്യലക്ഷ്മീം ഭുഭുജേ വിനിർജിത്യാമൃതേ അസുരാൻ. അതായത് വിശ്വരൂപനിൽ നിന്ന് ഈ വിദ്യയെ പ്രാപിച്ച ഇന്ദ്രൻ്റെ ഓമനപ്പേരാണ് ശതക്രതു. 100 അശ്വമേധയാഗം ചെയ്ത ആളെന്ന് പറയാം. യുദ്ധത്തിൽ അസുരന്മാരെ വിജയിച്ചിട്ട് ത്രൈലോക്യ ഐശ്വര്യത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം, ഈ വിദ്യയെ വിശ്വരൂപനിൽ നിന്ന് ധരിച്ച ദേവേന്ദ്രൻ യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ച ശേഷം എന്ത് ചെയ്തു? ത്രിലോക ആധിപത്യത്തെ അനുഭവിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ രൂപപ്രകരണേ ശ്രീനാരായണ കവച നിരൂപണം നാമ അഷ്ടമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം 9-ാം അധ്യായത്തിലേക്ക് പോകാം നമുക്ക്. ശ്രീശുക ഉവാച തസ്യാസൻ വിശ്വരൂപസ്യ ശിരാംസി തൃണീ ഭാരത സോമപീഠം സുരാപീഠം അന്നാദം ഇതി ശുശ്രുമ. ഇനി വിശ്വരൂപന് 3 തലയുണ്ടായിരുന്നു. ആ തലയെ കൂടെ എന്തൊക്കെ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അപ്പോൾ പറഞ്ഞു, ആ വിശ്വരൂപന് സോമപാനത്തോടും, അതായത് യാഗങ്ങൾ ചെയ്താൽ ആ സോമരസം കുടിക്കാൻ ഒരു വായ, സുരാപാനത്തോടു കൂടിയതും, അതായത് മദ്യം കഴിക്കാൻ വേറൊരു വായ, അന്നത്തെ അശിക്കുന്നതായ 3 ശിരസ്സുകൾ വേറൊന്ന് ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുന്നു. ഇത് കണ്ടവരില്ല, അനുഭവിച്ചവരുണ്ട്. അതുകൊണ്ടാണുള്ളത് ഇങ്ങനെ കഥ പറഞ്ഞത്. അപ്പോൾ ശുകമുനി അരുളി ചെയ്തു. ആരുടെ അടുത്ത്? പരീക്ഷിത് മഹാരാജാവിൻ്റെ അടുത്ത്. 9-ാം അധ്യായത്തിൽ ഗുരുവിനെ വധിച്ച ഇന്ദ്രന് നേരിട്ട പാപത്തിൽ നിന്ന് ഭഗവാൻ ഇന്ദ്രനെ രക്ഷിച്ച കഥ വിവരിക്കുന്നു. ഹേ ഭരതകുലശ്രേഷ്ഠ, ആരെ? പരീക്ഷിത്ത്. ദേവന്മാരുടെ ഗുരുവായിരിക്കുന്ന ആ വിശ്വരൂപന് 3 ശിരസ്സുകൾ ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ മനസ്സിലാക്കി. ഒരു ശിരസ് കൊണ്ട് സോമപാനം, മറ്റൊന്നിനാൽ സുരാപാനം, വേറൊന്നിനാൽ സാധാരണ ഭക്ഷണം ചെയ്തിരുന്നു എന്ന് കേട്ടു. 2-ാമത്തെ ശ്ലോകം പറയണു. സവൈ ബർഹിഷി ദേവേഭ്യോ ഭാഗം പ്രത്യക്ഷമുച്ചൈഃ അവതൽ യസ്യ പിതരോ ദേവാസ്വപ്രശ്രയം നൃപാം. യാതൊരുവൻ്റെ പിതൃക്കളോ ദേവന്മാർ, അവൻ ഹേ രാജൻ വിനയത്തോടു കൂടിയവനും വിനയത്തോടു കൂടും വണ്ണം അഗ്നിയിൽ പ്രത്യക്ഷമായിട്ട് ദേവന്മാർക്കായിക്കൊണ്ട് ഉച്ചത്തിൽ ഭാഗത്തെ പറഞ്ഞു. ഇനി അദ്ദേഹം ചെയ്ത കള്ളത്തരം എന്താ എന്നാണ് പറഞ്ഞത്.
അത് അടുത്ത ശ്ലോകത്തിൽ. പക്ഷേ ഇപ്പൊ പറഞ്ഞതിൻ്റെ ഭാവാർത്ഥമാണ് ഇപ്പൊ പറഞ്ഞത്. വിശ്വരൂപൻ മര്യാദയെ അതിക്രമിച്ച സംഗതി. ഇവിടെയാണ് ഞാനാണെങ്കിലും നിങ്ങളായും മര്യാദയെ അതിക്രമിക്കരുത്, അതിന് ശിക്ഷ കിട്ടും. അപ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞ രീതിയിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ശിക്ഷ ഉണ്ട് എന്നുള്ളത് ഈ കഥയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 2 പദ്യങ്ങൾ കൊണ്ട് കാണിക്കുന്നു. ആ വിശ്വരൂപൻ യജ്ഞത്തിൽ എല്ലാവരും കേൾക്കത്തക്ക വിധം വിനയപൂർവം ദേവന്മാർക്കുള്ള ഭാഗത്തെ ഉച്ചത്തിൽ ഉച്ചരിച്ചും കൊണ്ട് അഗ്നിയിൽ ഹോമിച്ചു. ഇതം ഇന്ദ്രായ സ്വാഹ, ഇതം ഇന്ദ്രായ സ്വാഹ, ഇത് ഇന്ദ്രന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതം അഗ്നയേ സ്വാഹ എന്നിങ്ങനെ ഓരോ ദേവന്മാരുടെ ഭാഗങ്ങളെ വിനയപൂർവം സമർപ്പിച്ചു. ഹേ രാജൻ, ദേവന്മാർ വിശ്വരൂപന്റെ പിതൃക്കളുമാണല്ലോ. 3-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? സ ഏവ ഹിദ്ദതു ഭാഗം പരോക്ഷം അസുരാൻ പ്രതി യജമാനോ അവഹത് ഭാഗം മാതൃസ്നേഹവശാനുക. അമ്മയുടെ വംശത്തിലുള്ള അസുരന്മാരോടുള്ള ബഹുമാനാർത്ഥം ഇന്ദ്രനും മറ്റ് ദേവതകളും അറിയാതെ കണ്ട് ഒരു ഭാഗം അവരുടെ വെൽബീയിങ്സിന് വേണ്ടി സമർപ്പിച്ചു എന്നാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ആ ട്വിസ്റ്റ് നടക്കുന്നത്. മാതാവിലുള്ള സ്നേഹത്തിന് അധീനമായിരിക്കുന്ന ആ യജമാനൻ തന്നെ അപ്രത്യക്ഷമായിട്ട് അസുരന്മാരെ കുറിച്ചും ഭാഗത്തെ കൽപ്പിച്ചു, ദാനം ചെയ്തു എന്നാണ്. ആ യജമാനൻ തന്നെ അസുരന്മാർക്കായി കൊണ്ടും മറ്റുള്ളവരറിയാതെ, അതാണ് വഞ്ചന, കുറ്റാണതേ, ഉപായ രൂപേണ ഭാഗം കൽപ്പിച്ചു കൊടുത്തു. അതിന് കാരണം മാതൃസ്നേഹമാകുന്നു. അമ്മയുടെ വഴിക്ക് നോക്കുമ്പോൾ അസുരന്മാർ വിശ്വരൂപന്റെ മാതുലന്മാരായതുകൊണ്ട്, അമ്മാവന്മാരായതുകൊണ്ട് അവരെയും തൃപ്തരാക്കുവാൻ ഹവിർഭാഗം സമർപ്പിച്ചു. അത് ചെയ്തുകൂടാത്തതാകയാൽ മറ്റുള്ളവരെ അറിയിക്കാതെ കഴിച്ചു. ഇവിടെ ഇന്ദ്രൻ്റെ ധനം ഐശ്വര്യം കൊണ്ടാണ് ഈ ഹോമം ചെയ്യുന്നത്. അപ്പോൾ ഇന്ദ്രനും ദേവതകൾക്കും അല്ലാണ്ട് വേറൊരാൾക്ക് അവിടെ പറയാൻ പാടില്ല. അതാണ് ചെയ്ത കുറ്റം. ഇത് എല്ലാറ്റിലും ഉണ്ട്. പൂജകന്മാർക്ക് ബാധകമാണ്, തന്ത്രിമാർക്ക് ബാധകമാണ്. 4-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തദ്ദേവഹേളനം തസ്യാ ധർമാളീകം സുരേശ്വര ആലക്ഷതരസാ ഭീതസ്തശീർഷ്വാനൃച്ചിനദൃശാം. അവൻ്റെ ആ ദേവ അപരാധത്തെയും ധർമ്മത്തിൽ വ്യാജത്തെയും ദേവേന്ദ്രൻ കണ്ടിട്ട് ഭയമുള്ളവനായിട്ട് പെട്ടെന്നുണ്ടായ ക്രോധത്താൽ അവൻ്റെ ശിരസ്സുകളെ ഛേദിച്ചു. ഇങ്ങനെ ഉപദ്രവം ചെയ്യുന്ന ഒരു ഗുരുനാഥൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഛേദിച്ചു. ആചാര്യസ്ഥാനത്തിലിരിക്കുന്ന വിശ്വരൂപൻ ദേവന്മാരുടെ നേരെ കാട്ടുന്ന അതിക്രമത്തെയും ധർമ്മയജ്ഞത്തിൽ ഗോപ്യമായി ചെയ്യുന്ന വ്യാജത്തെയും ഇന്ദ്രൻ അറിഞ്ഞു. ഹവിർദാനത്താൽ അസുരന്മാരെ പോഷിപ്പിക്കുന്നത് ദേവന്മാർക്ക് ആപത്കരമാണെന്നുള്ള ഭീതിയും പെട്ടെന്ന് കോപവും ജനിച്ചതിനാൽ ദേവേന്ദ്രൻ വിശ്വരൂപന്റെ ശിരസ്സുകൾ മുറിച്ചു കളഞ്ഞു. ഇനി 5-ാമത്തെ ശ്ലോകം പറയണു. സോമപീഠം തുയത്തസ്യ ശിര ആസിൽ കപിഞ്ചല കളവിംഗസുരാപീഠം അന്നാദം യൽ സതിത്തിരി. അവൻ്റെ 3 ശിരസ്സുകൾ 3 പക്ഷികളായി ഭവിച്ചു. സോമപാനം ചെയ്തുള്ള ശിരസ് കപിഞ്ചലം എന്ന പക്ഷിയായി, സുരപാനം ചെയ്ത ശിരസ് കളവിംഗമായി, അന്നം ഭക്ഷിക്കുന്ന ശിരസ് തിത്തിരി പക്ഷികളായി. ഇനി 6-ാമത്തെ ശ്ലോകം ഒരു 3 വരി ശ്ലോകമാണ്, കുറച്ച് നീണ്ടതുമാണ്, ശ്രദ്ധിക്കാം. ബ്രഹ്മഹത്യാമഞ്ജലിനാ ജഗ്രാഹായദീശ്വര
സംവത്സരാന്തേ തദഘം ഭൂതാനാം സ വിശുദ്ധയേ ഭൂമി അബുദ്രുമയോ ഓഷിൽഭ്യശ്ചതുർധാ വ്യഭജന്ധരീ. സമർത്ഥനാണെങ്കിലും ഇന്ദ്രൻ ബ്രഹ്മഹത്യയെ 2 കൈകൊണ്ട് ഗ്രഹിച്ചു. സംവത്സരാവസാനത്തിൽ ഭൂതങ്ങളുടെ വിശുദ്ധിക്കായിക്കൊണ്ട് ഭൂമി, ജലം, വൃക്ഷങ്ങൾ, സ്ത്രീകൾ ഇവർക്കായിക്കൊണ്ട് ആ പാപത്തെ 4ആയിട്ട് വിഭജിച്ചു. ഏത്? ഈ ബ്രഹ്മഹത്യാ പാപം. ആർക്കൊക്കെ? ഭൂമി, ജലം, വൃക്ഷങ്ങൾ, സ്ത്രീകൾ. സ്ത്രീകളുടെ മാസമുറ അതാണെന്നാണ് പറഞ്ഞത്. വൃക്ഷങ്ങളിലുള്ള കറ, പാല്, പിന്നെ ജലം, പിന്നെ ഭൂമി. ഈ ഭൂമിയിലുള്ള പദ ആണ് അതായത് ഉദ്ദേശിച്ചുള്ളത്. ഇനി അതിൻ്റെ ഇതാണ് പറഞ്ഞത്, ഭാവാർത്ഥം. ഗുരുവധരൂപമായ പാപത്തിനെ, അതായത് ഇന്ദ്രൻ വധിച്ചത് ആരേനെയാണ്? തൻ്റെ ഗുരുസ്ഥാനത്തിരിക്കുന്ന ആളേനെ അല്ലേ? അപ്പോൾ ഗുരുവധ രൂപമായ പാപത്തിൻ്റെ ബ്രഹ്മഹത്യ എന്നു പേർ. ഇന്ദ്രൻ ത്രിലോകാധിപനാണ്. ഈ പാപം തന്നെ ബാധിക്കാതെയാക്കുവാൻ സമർത്ഥനാണ്. എങ്കിലും ബ്രഹ്മഹത്യയുടെ പ്രാബല്യം നിമിത്തം അതിനെ 1 സംവത്സരം തികച്ചും തൻ്റെ 2 കൈകൾ കൊണ്ട് വഹിച്ചു. സംവത്സരാവസാനത്തിൽ ഭൂതങ്ങളുടെ ഇടയിൽ താൻ പരിശുദ്ധനായതിനെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ഭൂമി, ജലം, വൃക്ഷങ്ങൾ, സ്ത്രീകൾ എന്നീ സ്ഥാനങ്ങളിൽ ആ പാപത്തെ 4ആയി വിഭജിച്ചു. ഓരോ ഭാഗം സമർപ്പിച്ചു. 7ാമത്തെ ശ്ലോകം. ഭൂമി സ്തുരീയം ജഗ്രാഹ ഘാതപൂരവരേണ വൈ ഈരിണം ബ്രഹ്മഹത്യായ രൂപം ഭൂമോ പ്രദൃശ്യതേ. ഘാതത്തിൻ്റെ പൂരണ രൂപവരത്തോടുകൂടി ഭൂമി, അതായത് ഭൂമിയിൽ ഒരു കുഴി കുഴിച്ചു വിചാരിക്കുക. അതിന് കല്ലുകൊണ്ട് കെട്ടിയില്ലെങ്കിൽ 1-2 വർഷം കഴിയുമ്പോഴേക്കും പകുതി മുക്കാലും ആ ഭൂമി സ്വയം തൂരും, അടയും. അതാണ് കിട്ടിയ വരം. പിന്നെ കാലാംശത്തെ ഗ്രഹിച്ചു. ഭൂമി കാലാംശത്തെ 4-1 ധരിച്ചു. പിന്നെയോ ഭൂമിയിൽ ഊഷരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ പിന്നെ ഈ അവിടെയും ഇവിടെയൊക്കെ മരുഭൂമിയുണ്ട്. അതാണ് ഊഷരം. പിന്നെ ബ്രഹ്മഹത്യയുടെ സ്വരൂപമായിട്ട് കാണപ്പെട്ടു എന്ന് പറഞ്ഞു. ഭൂമി ബ്രഹ്മഹത്യയുടെ 4-1 ഭാഗം സ്വീകരിച്ചു. കുഴിച്ചെടുത്ത ഭാഗം താനെ തന്നെ പൂർണ്ണമായി വരുവാൻ അനുഗ്രഹിക്കുന്ന പക്ഷം ബ്രഹ്മഹത്യയുടെ ഹത്യയെ സ്വീകരിക്കാം എന്ന് ഭൂമി പ്രാർത്ഥിച്ചു. ഇന്ദ്രൻ ആ വിധം അനുഗ്രഹിച്ചതിനാൽ ബ്രഹ്മഹത്യയെ സ്വീകരിച്ചു. ഭൂമിയിൽ കാണപ്പെടുന്ന ഊഷര പ്രദേശം, മണൽക്കാട്, സസ്യാദികളൊന്നും മുളയ്ക്കാത്തതായ സ്ഥാനം ബ്രഹ്മഹത്യയുടെ സ്വരൂപമാകുന്നു. അതുകൊണ്ട് ഊഷര ഭൂമിയിൽ വേദാധ്യായനാദി ശുഭകർമ്മങ്ങൾ ചെയ്തുകൂടാ എന്ന് നിഷേധിച്ചിരിക്കുന്നു. ഈ താത്വികമായിട്ടുള്ള ജ്ഞാനമാണ് നമ്മൾക്ക് വിവേകത്തെ പ്രദാനം ചെയ്യുന്നത്. 8ാമത്തെ ശ്ലോകം. തുര്യം ചേതവിരോഹേണ വരേണ ജഗൃഹുർദ്രുമ. ഇനി മരങ്ങൾക്ക്. തേഷാം നിര്യാസരൂപേണ ബ്രഹ്മഹത്യ പ്രദൃശ്യതേ. മുറിച്ചാൽ പിന്നെയും തളിർക്കുന്നതായ വരത്തോടുകൂടി വൃക്ഷങ്ങൾ 4-1 അംശത്തെ ഗ്രഹിച്ചു ബ്രഹ്മഹത്യയുടെ. അവയുടെ പാലിൻ്റെ സ്വരൂപത്തിൽ കറ ബ്രഹ്മഹത്യ കാണപ്പെടുന്നു എന്നാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. വെട്ടിമുറിച്ചാൽ പിന്നെയും തഴച്ചു വരുവാനുള്ള വരം തരുന്ന പക്ഷം ബ്രഹ്മഹത്യയെ സ്വീകരിക്കാമെന്ന് വൃക്ഷങ്ങളുടെ അപേക്ഷ ഇന്ദ്രൻ അവയ്ക്ക് ആ വരം നൽകി. വൃക്ഷങ്ങൾ ബ്രഹ്മഹത്യയുടെ 4-1 ഭാഗം സ്വീകരിച്ചു. വൃക്ഷങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പാൽ ബ്രഹ്മഹത്യാ സ്വരൂപമാകുന്നു. ആകയാൽ അത് ഭക്ഷിക്കരുത്, ഭക്ഷിക്കാൻ യോഗ്യമല്ല.
9-ാമത്തെ ശ്ലോകം. ശശ്വൽകാമവരേണാം ഹസ്തൂരീയം ജഗൃഹു സ്ത്രീയാ രജോരൂപേണ സ്വാം ഹോമാസി മാസി പ്രദിശ്യതേ. സ്ത്രീകൾ എങ്ങനെ ഇത് സ്വീകരിച്ചത്? എപ്പോഴും സംഭോഗം സാധിപ്പാൻ ഉപകരിക്കുന്ന വരത്തോടുകൂടി സ്ത്രീകൾ 1/4 പാപത്തെ സ്വീകരിച്ചു. അവരിൽ മാസം തോറും രജസ്സിൻ്റെ രൂപത്തിൽ പാപം കാണപ്പെടുന്നു, ദുഷിച്ച രക്തം കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം, ഗർഭം ധരിച്ചാൽ പ്രസവം കഴിയുന്നതുവരെ പുരുഷ സംയോഗം ചെയ്തുകൂടാ. ഇത് വളരെ ഇതാണ്. ഗർഭം ധരിച്ചാൽ പ്രസവം കഴിയുന്നതുവരെ പുരുഷ സംയോഗം ചെയ്തുകൂടാ. ചെയ്താൽ ഗർഭം നശിക്കും. ഇതാണ് പ്രാണിവർഗത്തിൽ സാമാന്യ നിയമം. ഗർഭം ധരിച്ചാലും പ്രസവമാകുന്നത് വരെ പുരുഷ സംയോഗം ഉണ്ടായാലും ഗർഭം നശിക്കാതിരിക്കാനുള്ള വരം തരണമെന്നുള്ള സ്ത്രീകളുടെ അപേക്ഷയെ ഇന്ദ്രൻ അനുഗ്രഹത്താൽ സാധിപ്പിച്ചുകൊണ്ട് 1/4 പാപത്തെ സ്ത്രീകൾ സ്വീകരിച്ചു. മാസം തോറും സ്ത്രീകളിൽ കാണപ്പെടുന്ന രജസ് ഈ പുറത്താവുക, തീണ്ടാരി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, ബ്രഹ്മഹത്യാ സ്വരൂപമാകുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഈശ്വരൻ ഈ ശരീരത്തിൽ എങ്ങനെയൊക്കെ പ്രകടമാവണു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. 10-ാമത്തെ ശ്ലോകം. ദ്രവ്യഭൂയോവരേണ ഉപസ്തുരീയം ജഗൃഹുർമലം താസു ബുദ്ബുദഫേനാഭ്യാം ദൃഷ്ടം തദ്ധരതി രക്ഷിപൻ. ദ്രവ്യം അധികരിക്കുന്നതായ വരത്തോടുകൂടി ജലം 1/4 പാപത്തെ ഗ്രഹിച്ചു. അവയിൽ ബുദ്ബുദം, അതായത് വെള്ളത്തിലെ കുമിളകൾ ഫേനം എന്ന രൂപത്തിൽ, അതായത് വെള്ളങ്ങൾ കലങ്ങിയ വെള്ളം ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാവുന്ന പത നുര കാണപ്പെടുന്നു. അതിനെ നീക്കിക്കളഞ്ഞിട്ട് എടുക്കുന്നു. കുടിക്കാൻ അതാണ് പത മാറ്റും, പറഞ്ഞ ശൈലേ. അപ്പോൾ ഇപ്പോൾ ചായ ആറ്റിയാൽ അതിൽ പതയുണ്ടാവും. അപ്പോൾ കുടിക്കുമ്പോൾ എന്താ ചെയ്യുക? ഊതി പതേനെ മാറ്റും. അതൊക്കെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അറിയാം. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. നദീകൂപ തടാകങ്ങളിൽ നിന്ന് എത്ര തന്നെ ജലമെടുത്താലും പിന്നെയും അധികമായി വരുവാനുള്ള അനുഗ്രഹം ലഭിക്കണമെന്ന് ജലം അപേക്ഷിച്ചു. ഇന്ദ്രൻ ആ വിധം അനുഗ്രഹിച്ചു. പാപത്തിൻ്റെ കാലാംശം ജലം സ്വീകരിച്ചു. ജലത്തിൽ കാണപ്പെടുന്ന പതയും നുരയും ബ്രഹ്മഹത്യയുടെ സ്വരൂപമാകുന്നു. ഇത് അറിഞ്ഞിട്ടാണ് ജനം പതയും നുരയും നീക്കിക്കളഞ്ഞിട്ട് വെള്ളം എടുക്കാറുള്ളത്. ഇനി 11-ാമത്തെ ശ്ലോകം. ഹതപുത്രസ്തതസ്ത്വഷ്ടാ ജുഹാവേന്ദ്രായ ശത്രവേ ഇന്ദ്രശക്രോ വിവർദ്ധ സ്വാമാചിരം ജഹിഭിദ്വിഷം. അനന്തരം ഹനിക്കപ്പെട്ട പുത്രനോടുകൂടിയ ത്വഷ്ടാവ്, ഈ ത്വഷ്ടാവിൻ്റെ മകനാണ് ആരെ? വിശ്വരൂപൻ. ശ്രദ്ധിക്കണം, ഇവിടെ ഒരു സ്ഥലത്ത് എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ത്വഷ്ടാവ് മകൻ വിശ്വരൂപൻ. അപ്പോൾ ത്വഷ്ടാവ് ഇന്ദ്രനായിക്കൊണ്ട് ശത്രുവിനെ സൃഷ്ടിപ്പാൻ വേണ്ടി ഹോമം ചെയ്തു. ഹേ ഇന്ദ്രൻ്റെ ശത്രുവായുള്ളവേ, ഏറ്റവും വർദ്ധിച്ചാലും ശത്രുവിനെ വേഗത്തിൽ ഹനിച്ചാലും. അതൊരു ഹോമം ചെയ്യുകയാണ്, സങ്കല്പിക്കുകയാണ്. ഇതിൽ നിന്ന് പുറത്തു വരുന്ന ജീവി ഇന്ദ്രനെ വധിച്ചാലും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഭഗവത് അനുഗ്രഹത്താൽ ബ്രഹ്മഹത്യയിൽ നിന്ന് ഇന്ദ്രൻ വിമുക്തനായി. അനന്തരം ഉണ്ടായ സംഗതി വിവരിക്കുന്നു. വിശ്വരൂപനെന്നു പേരായ തൻ്റെ പുത്രനെ ഇന്ദ്രൻ വധിച്ചതായി അറിഞ്ഞപ്പോൾ പിതാവായ ത്വഷ്ടാവ് ഇന്ദ്രനെ വധിപ്പാൻ മാത്രം ശക്തനായ ഒരു സത്വത്തെ ഉദ്ഭവിപ്പിക്കുവാൻ ഹോമം ചെയ്തു. ഇന്ദ്രശത്രു അതിശീഘ്രം വളരുക,
കാലതാമസം കൂടാതെ ശത്രുവായ ഇന്ദ്രനെ ഹനിച്ചാലും എന്നർത്ഥമുള്ള മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഹോമം ചെയ്തു. അതിൻ്റെ ഫലം വിപരീതമായിട്ട് കലാശിച്ചു. അഗ്നികുണ്ഡത്തിൽ നിന്നുത്ഭവിച്ച പുത്രൻ ഇന്ദ്രനെ വധിക്കുന്നതിന് പകരം ഇന്ദ്രൻ അവനെ വധിച്ചു. അതിന് കാരണം ഇന്ദ്രൻ്റെ ശത്രുവെന്ന അർത്ഥത്തിൽ ഉച്ചരിച്ചതായ ഇന്ദ്രശത്രു എന്നതിൽ ഒന്നാമത്തെ പദത്തിൽ ഇതി എന്ന ധാതു ഉദാത്ത ഗണത്തിൽ ചേർന്നതുകൊണ്ട് ഇന്ദ്രനാകുന്ന ശത്രുവോടുകൂടിയവൻ എന്നർത്ഥം ബഹുവീഹ്രീ സമാസക്തിയ സിദ്ധിച്ചു. അതുകൊണ്ട് ഹോമാഗ്നിയിൽ നിന്നുണ്ടായ പുത്രന് ഇന്ദ്രൻ ശത്രുവായി ഭവിച്ചു. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ നാരായണീയം ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ നാരായണീയം, ഭാഗവതം, ഏത് ഗ്രന്ഥം വായിക്കുമ്പോഴും അക്ഷരസ്ഫുടത, അക്ഷരങ്ങളെ കൊണ്ടുള്ള വാക്കിൻ്റെ അർത്ഥതലങ്ങൾ അറിയാണ്ട് ജപിച്ചാൽ നമ്മൾ നേരാവില്ല. അതാണ് എല്ലാവരും ഭാഗവതം വായിക്കുന്നുണ്ട്, എല്ലാവരും നന്നാവണില്ല. കാരണം എന്താ? അർത്ഥത്തിൽ വ്യത്യാസം വരണം. അതാണ് ഞാൻ പറയാറ്, നിങ്ങൾ തൽക്കാലം ആഖ്യാനം പഠിച്ച് നേരാവി. ആഖ്യാനം പഠിച്ചാൽ മതി. പിന്നെ സമയമുണ്ടെങ്കിൽ അതിൻ്റെ വാക്കാർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് എവിടെ പിരിക്കണം, ഏതൊക്കെയാണ് കൂട്ടക്ഷരം വരുന്നത്, അങ്ങനെ ആ വൈഖരി ശബ്ദം പുറത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയിട്ട് ജപിക്കുക, അല്ലെങ്കിൽ വായിക്കുക. അപ്പോൾ ഈ പ്രശ്നം വരില്ല. അപ്പോൾ നാരായണ നാരായണ എന്നോ അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഈ കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രം ജപിക്കുമ്പോൾ തെറ്റ് വരില്ല. പ്രത്യേകിച്ച് മലയാളം സംസ്കൃതം പഠിക്കാതെ കണ്ട് നാരായണീയം പറയുന്ന ആൾക്കാരോട് എനിക്കുള്ള അപേക്ഷയാണത്. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ ചിലവർക്ക് വായിക്കണതിൻ്റെ മുമ്പേ യജ്ഞവേദിയിൽ മൈക്ക കിട്ടി വായിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അവർക്കും ഇത് ബാധകമാണ്. പ്രമോഷയം. ഇനി ഇവിടെ ഒരു പ്രമാണം പറഞ്ഞിട്ടുണ്ട്. എന്താ? മന്ത്രോഹീനസ്വരതോ വർണ്ണതോ വാം മിഥ്യാപ്രയുക്തോ നത്തം അർത്ഥമാഹ സ വാഗ്വജ്രോ യജമാനം ഹിനസ്തി യഥേന്ദ്രശത്രു സ്വരതോ അപരാധാത്. സ്വരത്തിനോ വർണ്ണത്തിനോ ദോഷം നേരിട്ട് പോയാലും സംഗതി കൂടാതെ മിഥ്യാരൂപേണ ഉപയോഗിച്ചു പോയാലും മന്ത്രം ഉദ്ദിഷ്ട ഫലത്തെ ജനിപ്പിക്കുകയില്ല. പിന്നെയോ മന്ത്രരൂപമായ ആ വജ്രായുധം ഉപയോഗിച്ചവനെ തന്നെ ഹനിക്കും. സ്വരം പിഴച്ചതുകൊണ്ടാണ് ഇന്ദ്രശത്രു വിവർദ്ധസ്വ എന്ന മന്ത്രത്തിൻ്റെ ഫലം വിപരീതത്തിൽ കലാശിച്ചത് എന്ന് ശിക്ഷാകാണ്ഡത്തിൽ ഉദാഹരണമായി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 12ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ശ്ലോകം 12. അധ അന്വാഹ ആര്യവചനാദുദ്ധിതോ ഘോരദർശന കൃതാന്ത ഇവ ലോകാനാം യുഗാന്ത സമയേ യഥാം. അനന്തരം ദക്ഷിണാഗ്നിയിൽ നിന്ന് യുഗാവസാനത്തിൽ ലോകങ്ങളുടെ അന്തകനെന്ന പോലെ ഭയങ്കരമായ രൂപത്തോടു കൂടിയവൻ ഉദ്ഭവിച്ചു. ആഭിചാരമന്ത്രം ഉച്ചരിച്ച് ഹോമം ചെയ്യുന്നതായ ആ ദക്ഷിണാഗ്നിയിൽ നിന്ന് മഹാഭയങ്കരമായ ഒരു രൂപം പുറപ്പെട്ടു. യുഗാവസാനത്തിൽ ലോകങ്ങളെ സംഹരിപ്പാൻ പുറപ്പെട്ടിരിക്കുന്ന രുദ്രൻ എന്ന പോലെ ഘോരസ്വരൂപനായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.